ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് ഞാൻ യോഗവും സിദ്ധി എന്ന് പറഞ്ഞ ഈ ധ്യാനത്തെ പറ്റി ഞാൻ പറഞ്ഞു തന്നല്ലോ. നമുക്ക് അതിൻ്റെ ബാക്കി, കാരണം ലോകമാതാവായ ആ വിദ്യാരൂപിണിയായിരിക്കുന്ന ആ പരാശക്തി, ആ അമ്മയെ നമുക്ക് അത്രത്തോളം സ്നേഹം വർദ്ധിക്കണം നമുക്ക് ധ്യാനിക്കാൻ. കാരണം വിദ്യ അമ്മയാണ്. അപ്പോൾ മാതാപിതാ ഗുരു എന്നല്ലേ പറയാം. അമ്മയും അച്ഛനും ചേർന്ന് ഒന്നാണ് ശിവശക്തി. അപ്പോൾ ആ അമ്മ പ്രത്യേകിച്ച് പ്രാർത്ഥന നമുക്ക് വിദ്യ അത്രത്തോളം നമുക്ക് നല്ല സമയത്ത് എഴുത്തിനിരുത്തുന്നതൊക്കെ എവിടെയാ? ദേവീക്ഷേത്രത്തിലല്ലയോ. അപ്പോൾ അമ്മയാണ് നമ്മളെ. മാതാവ് കഴിഞ്ഞിട്ട് മറ്റെന്തുള്ളു? മാതാപിതാ എന്ന് പറയുക, പിതാവ് പിന്നെയുള്ളു. കാരണം അമ്മ അത്രമാത്രം പാലൂട്ടി വളർത്തുന്ന അമ്മയെ മക്കളോടുള്ള അത്ര കരുതലാണ്. അപ്പോൾ നമുക്ക് വിദ്യ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും അമ്മയെ അത്രത്തോളം സ്നേഹം വർദ്ധിക്കുക. അതിൻ്റെ ബാക്കി അന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മയെ നമുക്ക് സഹായം ചെയ്തു തരും. പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് മടുപ്പ് കൂടാതെ ധ്യാനിക്കാതിരിക്കാനും ഈ വിദ്യ മനസ്സിൽ വരാനും എല്ലാം ആ ശക്തി സ്വരൂപിണിയെ നമുക്ക് അത്രമാത്രം അമ്മയെ ധ്യാനിക്കുക. അത് ആ ആത്മഭാവത്തിൽ. അതിൻ്റെ ബാക്കി നമുക്ക് രണ്ട് കണ്ണിക എന്ന് ചൊല്ലാം. നമുക്ക് എന്താ അമ്മയിൽ സ്നേഹം. സ്നേഹിക്കതാം മാതരം ആത്മഭാവാൽ. ആത്മാഭാവാൽ പരമാത്മാവാണല്ലോ. പരബ്രഹ്മമൂർത്തിയുടെ ഭാര്യ ആ ശക്തി സ്വരൂപിണി ആരാ? ആ പ്രഭ ചിന്മയി അല്ലേ അമ്മ. അമ്മ ഇല്ലാതെ അച്ഛനുണ്ടോ? അച്ഛനില്ലാതെ അമ്മയുണ്ട്. രണ്ട് നമുക്കറിയാം. ഇപ്പോൾ ഈ ലൗകികമായി തന്നെ അമ്മയും അച്ഛനും നമ്മൾ മക്കളാണ്. അപ്പോൾ എനിക്കൊരു അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. അമ്മ മാത്രമല്ല, അച്ഛൻ മാത്രമല്ല, അമ്മ ഉണ്ടെങ്കിലേ അച്ഛനും ഉള്ളു. അപ്പോൾ നമുക്ക് അമ്മ, ആ അമ്മയെ സ്നേഹിക്കുക. ഏതമ്മ? നമ്മുടെ പ്രകൃതി, വിദ്യ, ആദ്യത്തെ മൂലപ്രകൃതി. അതാണ് നമ്മളെല്ലാം അവിടെ നിന്നാണ് ഉണ്ടായത്. അത് ഇങ്ങനെ പോകെ ഇങ്ങനെ വന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് അവൻ്റെ ചുവട് അവിടെയാണ്. ഇത് നമ്മുടെ തലക്കെട്ട് അവിടെ. ആ അമ്മയിൽ നിന്നാണ് നമ്മളിവിടേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ആ പ്രകൃതി വിദ്യ, മൂലവിദ്യയായിരിക്കുന്ന ആ അമ്മ, അതുകൊണ്ട് സ്നേഹിക്കതാം. എങ്ങനെ? ആത്മഭാവാൽ. നമ്മുടെ പരമാത്മാവാകും നമ്മൾ എപ്പോഴും പറയില്ലേ, ആ ആത്മാവ് തന്നെ, അതിൽ അമ്മയുണ്ട്. അതുകൊണ്ട് സ്നേഹിക്കതാം മാതരം ആത്മഭാവാൽ. മാതാവിനർപ്പിക്ക മനസ്സുമാല്യം. മനസ്സാണ് കൊടുക്കണം എന്ന് പറയുന്നത്. മാല്യം നല്ല അർപ്പിക്കുന്ന പുഷ്പങ്ങൾ, മനമലർ. നമ്മൾ സാധാരണ വനമലരൊക്കെ അല്ലേ നമ്മൾ പുഷ്പമൊക്കെ ഭഗവാൻ അർച്ചിക്കുക. പക്ഷേ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? മനസ്സാകുന്ന മാല്യം. അത്രത്തോളം ഭഗവാൻ ആ അമ്മയിൽ സ്നേഹിക്കണം. മനസ്സുകൊണ്ട് ഒരു ധ്യാനിക്കാനിരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഭക്തൻ അമ്മയെ അത്രത്തോളം അമ്മേ, എനിക്ക് അമ്മയെ കിട്ടിയേ പറ്റൂ, അല്ലാതെ നിവർത്തിയില്ല അമ്മേ. എനിക്ക് ഈ ലോക ജീവിതത്തിലേക്ക് അല്ല താല്പര്യം. എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി എനിക്ക് ധ്യാനിക്കണം. എനിക്കതിൻ്റെ വഴി എൻ്റെ അമ്മ കാട്ടിത്തരണം. എനിക്കതിന് ശക്തി തരണം. എനിക്കതിന് അമ്മയെ പ്രാർത്ഥിക്കാനുള്ള സ്നേഹവും ഭക്തിയെല്ലാം വർദ്ധിക്കണം എന്നിങ്ങനെ പറഞ്ഞ് കരയണം അമ്മയുടെ മുമ്പിൽ. കാരണം ഈ കുട്ടികളെങ്ങനെ അമ്മയുടെ മുമ്പിൽ അങ്ങോട്ട് അമ്മ ഇതാ അങ്ങോട്ട് കരയുമ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ്. പക്ഷെ ഭഗവാനോട് പറയാൻ ഇത്ര വിഷമം എന്താ? നമുക്ക് വേണമെങ്കിൽ കരഞ്ഞാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ കരയുമല്ലോ. ആവശ്യം ഉണ്ടെങ്കിലേ കരയൂ, ഇല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാനേ ഇത് എനിക്ക് പറ്റൂ. മക്കളെ, നമ്മൾ കരഞ്ഞ് അപേക്ഷിക്കുക. അത് ചില മക്കൾക്ക് ഉണ്ടാവും തനിയെ, കാരണം അവർക്ക് എൻ്റെ സമയം അടുത്ത് വരും. കാരണം എനിക്കത് അനുഭവമുണ്ട്. ഞാനൊരു 40 ദിവസം ഒരു 1.5 കരയൊക്കെ ഒന്നും അല്ല, ഒരു 2.5 കരയൊക്കെ അല്ല, ഞാനൊരു വല്ലാത്ത കരയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അത് കരയാതെയും നിലവിളിക്കാതെയും ഉരുളാതെയും ഒന്നും, അത്രത്തോളം നമുക്ക് വേദനയും വിഷമവും ഉള്ളിൽ വേണം, എന്തിനോ വേണ്ടി. അപ്പോൾ അത് സ്നേഹിക്കതാം മാതരം. അമ്മ ആത്മഭാവത്തിൽ നമ്മൾ അമ്മയെ കാണണം, ദേവിയെ. ആത്മഭാവാൽ മാതാവിനർപ്പിക്ക. എല്ലാം നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം അമ്മയ്ക്ക് അർപ്പിക്കുക. അമ്മ. ഞാനിവിടെ ഒരു നാമം ചെല്ലുമ്പോൾ എപ്പോഴും ഒക്കത്തില്ല, എങ്കിലും അമ്മയുടെ നാമം ഒരു ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അമ്മ പറയുന്നില്ല, ഞാൻ പെറ്റ് വളർത്തി ആഹാരമൊക്കെ ഊട്ടി കൊടുത്തിട്ടില്ല, എന്നോടൊരു അല്പോലും കൃപ അവൾക്കുണ്ടോ, സ്നേഹമുണ്ടോ, അവൾ എപ്പോഴും അച്ഛനെ തന്നെ വിളിയാ എന്ന് പറയത്തില്ലേ. അപ്പോഴും നമ്മളെന്താണ് ഒരു നേരം മനസ്സുകൊണ്ടും ചിന്തിക്കണം. അച്ഛനിൽ തന്നെ അമ്മ ഇരിപ്പുണ്ട്. എനിക്ക് അങ്ങനെ ചിന്തിച്ചാണ് അമ്മയും അച്ഛനും ചേർന്ന് ശിവശക്തി. അപ്പോൾ ശിവനും ശക്തി ചേർന്നതാണ് പരമാത്മാവ്. അതുകൊണ്ട് രണ്ടും നമ്മുടെ ഉള്ളിൽ കാണണം. പക്ഷെ നമ്മൾ ഭജനയ്ക്കായാലും എന്ത് ചെയ്യും? ഗണപതി ഭഗവാനെ, സരസ്വതിയെ ഒക്കെ വണങ്ങുന്നില്ലേ? ഓരോരുത്തരായി വണങ്ങുന്നില്ലേ? ഗണപതി ഭഗവാൻ മുമ്പേ ചെയ്തില്ലേ, ഗണപതി ഭഗവാനെ കയറി വരും. അതുകൊണ്ട് നമ്മൾ മുമ്പേ ഭഗവാനെ തന്നെ
സ്നേഹിക്കും. പിന്നെ ദേവിയാണ്, അമ്മയാണ്. അതുപോലെ നമ്മളിവിടെ എന്താ ഗണപതിനെ ചിന്തിക്കേണ്ടെന്നല്ല, എപ്പോഴും അതാണ് നമ്മൾ ഹരിശ്രീ ഗണപതി എന്ന് ആദ്യം പറഞ്ഞല്ലോ. ഹരി മഹാവിഷ്ണു, ശ്രീദേവി മഹാമായ പരാശക്തി, പിന്നെ ഗണപതിയെ ഗണപതി ഭഗവാനെ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ നമ്മൾ സ്തുതിക്കുകയാണല്ലോ, അപ്പോൾ അതിന് കയറു വരത്തില്ല. അതുകൊണ്ട് എന്ത് തുടങ്ങും ഓം ഹരിശ്രീ ഗണപതിയേ നമ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ ഭഗവാന്റെ കയറുമൊക്കെ അങ്ങ് പോകും. മനസ്സുകൊണ്ട് ഈ ഭഗവാനെ ഗണഭഗവാനെ എല്ലാ വിഘ്നങ്ങളും തീർത്തു തരണമേ, നേരായ വഴിയിലേക്ക് തടസ്സമില്ലാതെ കൊണ്ടുപോകണം, എല്ലാത്തിനും തടസ്സം നീക്കുന്ന ആളാണ്. അങ്ങനെ ഓരോരുത്തർക്കും ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. മോദി പ്രധാനമന്ത്രി തലക്കെട്ടിയിരിക്കുന്നെന്നും പറഞ്ഞ് നമ്മൾ പല പല ആളിലല്ലേ നമ്മൾ സഹായം, പഞ്ചായത്തിലും വില്ലേജിലും എന്താ പറയുക മുഖ്യമന്ത്രിയിലും ഒക്കെ നമ്മൾ പല സ്ഥലത്തല്ലേ പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നമുക്കിപ്പം ഈ ലോക ജീവിതത്തിൽ അസുഖം വരുന്നത്, അസുഖത്തിന് ഡോക്ടറെ കാണണം, അദ്ദേഹം വേറെ മറ്റു കാര്യങ്ങൾക്കാണ് വേറെ ആൾക്കാരെ കാണണം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗണപതി ഭഗവാൻ ഒന്നിന്, ദേവി ഒന്നിന്, ദേവൻ ഇങ്ങനെയൊക്കെ, സുബ്രഹ്മണ്യ സ്വാമി, അയ്യപ്പ സ്വാമി, ഇങ്ങനെ ഓരോരോ ഇതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. എല്ലാം തലക്കെട്ട് മോദിയാണ്. അതുപോലെ എല്ലാം പരമാത്മാവാണ് തലക്കെട്ട്. അത് രണ്ടൂടെ മോദി എന്ന് പറയുമ്പോൾ അവിടെ അമ്മയും അച്ഛനോട് ചേരണമെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഇപ്പോൾ ഇവിടെ ചിന്തിക്കുമ്പം ശിവശക്തി രണ്ടും കൂടെ ഒന്നായി നമ്മൾ സങ്കല്പിക്കുന്നു. പക്ഷെ നമുക്ക് വേറായി ഇപ്പോൾ പരമശിവൻ്റെ മാത്രം നാമങ്ങൾ ചെല്ലുമ്പം ദേവി പാർവതി കയറിക്കത്തില്ലേ? അപ്പോൾ നമ്മൾ ഒരു നാമമെങ്കിലും അമ്മയെ വിളിക്കണ്ടേ? അതുകൊണ്ട് അമ്മയെ തന്നെ നമ്മൾ മുമ്പേ ഇവിടെ കാണുന്നത് എന്താ? ധ്യാനിക്കാൻ ഭക്തിപൂർവ്വം ഇരിക്കണമെങ്കിൽ ആ അമ്മ നമ്മളെ സഹായിക്കണം. അമ്മയാണ് വിദ്യാരൂപിണി. ഇതെല്ലാം വിദ്യകളാണ്. അവിടെ ആ വിദ്യയ്ക്ക് പറഞ്ഞേക്കുന്നതാണ് അത്. അപ്പോൾ അമ്മയാണ് നമ്മൾ കൂടുതലും വിദ്യയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തടസ്സമൊന്നും ഉണ്ടാവാതിരിക്കാൻ ഗണപതി ഭഗവാനെയൊക്കെ ധ്യാനിക്കുന്നത്. ഹരി എന്ന് പറയുന്നതിൽ ആദ്യമേ അച്ഛനെ പിതാവിനെ, ഹരി ആരാ? ഇപ്പം നമുക്കൊരു പാട്ടിറങ്ങിയിട്ടുണ്ട് മഹാദേവ എന്നുള്ള. പക്ഷെ അതിനകത്ത് ഒരു വരിയിൽ ഹരേ ദേവ മഹാദേവ, അവിടെ ഹരേ എന്ന് വെച്ചാൽ ഹരിയാ, ഭഗവാനെ ഹരി ഹരൻ, ഹരി മഹാവിഷ്ണു, ഹരൻ ശിവനാണ്. പക്ഷേ ഇത് ചിലർ പാടുന്നത് ഹരേ ദേവ മഹാദേവ് അങ്ങനെ പറയുന്നു. പക്ഷെ അത് ഹരേ എന്നല്ല, ഹര ദേവ എന്ന് പറയണം. കാരണം ഹരനാണ് ശിവൻ. അല്ലെങ്കിൽ അവിടെ എല്ലാം ഒന്നാണെങ്കിലും ശിവൻ്റെ നാമം എന്ന് പറയുമ്പോൾ ഓരോ രൂപമാണല്ലോ. അപ്പം നമ്മൾ ഹരേ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ പേരൂടെ അവിടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പാദം എല്ലാം ഇപ്പം എന്തിനും നാമങ്ങളെല്ലാം ഒന്നുമല്ല വരുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഹരി തന്നെയാണ് ഹരനും, എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ട് അത് വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാന്നുള്ള. പക്ഷേ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഹരി എന്ന് പറഞ്ഞാലും ഹരൻ എന്ന് പറഞ്ഞാലും ഏകമേ ഉള്ളൂ. അവിടെ പരമേശ്വരൻ കയറി വരത്തില്ല, ഭഗവാൻ നാരായണനും കയറി. കാരണം രണ്ടും ഒന്നാന്ന് ഭഗവാൻ അറിയാം. നമ്മളും അങ്ങനെ കണ്ടാൽ മതി. എന്ത് നാമമായാലും എല്ലാം ഈശ്വരൻ്റെ നാമമാണ്. അതുകൊണ്ട് അവിടെ വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിക്കട്ടെ. നമുക്ക് എന്ത് ചൊല്ലിയാലും തെറ്റായാലും ശരിയാലും നമുക്ക് പഠിച്ചിടങ്ങ് ചെല്ലാം. ഹരേ ഹര എന്ന് പറയാം, അതിൽ ഹര ഹരേ ആവുമെങ്കിൽ അങ്ങനെയും പറയാം. എന്ത് പറഞ്ഞാലും ഒന്നുമില്ല. അതുകൊണ്ട് സ്നേഹിക്കതാം മാതരമാത്മാഭാവാൽ മാതാവിനർപ്പിക്ക മനസ്സുമാല്യം. മനസ്സങ്ങ് അർപ്പിക്കുക, പുഷ്പം പോലെ പുഷ്പമാകുന്ന മനസ്സ് മാനമലർ. പ്രേമം മഹാദേവി നിനക്കു ലക്ഷ്യം, സേവിപ്പതിനാരിക വേറെയുള്ളൂ. വേറെ ആരെയാണ് നമ്മൾ സ്നേഹിക്കാൻ പറ്റുന്നത്? ആരെയും സേവിപ്പാനില്ല അമ്മയല്ലാതെ ലോകത്ത്. നമുക്ക് അമ്മ, എല്ലാ മനുഷ്യർക്കും അമ്മ കഴിട്ടേ ഉള്ളു, പിന്നെ ആരും. അതുകൊണ്ട് നമുക്ക് ആരാ സേവിപ്പാൻ? നമുക്ക് അമ്മയെ ഒക്കെ സേവിക്കാം. അതുകൊണ്ട് ഈ പ്രേമം, നമ്മുടെ പ്രേമമാകുന്ന ആ ഭക്തി സ്നേഹം മഹാദേവിക്ക് അർപ്പിക്കുക, നിനക്ക് ലക്ഷ്യം കിട്ടും. ഇവിടെ ധ്യാനിക്കാൻ ഇരിക്കുന്നവർ അത്രത്തോളം അമ്മയെ സ്നേഹിക്കണം. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പോലും അർജുനന് കൊടുത്തിട്ടുണ്ടൊരു ഉപദേശത്തിൽ, കാർത്യായനിയെ പ്രാർത്ഥിക്കാൻ അർജുനൻ. ഞാൻ ഭഗവത്ഗീത വായിച്ചതാണ് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം. എന്താ കാരണം? ഭഗവാനും അമ്മയുണ്ട്. ഭഗവാൻ ഈ മാതാവിൽ നിന്ന് ശരീരം എടുത്തേക്കുന്നേ. അപ്പോൾ അമ്മയല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് പറഞ്ഞിടത്ത് എന്താ കാരണം? ഇവിടെ അവതരിച്ചിട്ടുണ്ടെങ്കിൽ, ശരീരം ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അമ്മ ഉണ്ടാക്കത്തില്ല. ഇവിടെ അമ്മയെ നമുക്കെല്ലാം തരാം. അപ്പോൾ അമ്മയെ മുന്നേ കാണുന്നത് ഭഗവാൻ പോലും പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ അജ്ഞാനിക്കണോ നമുക്ക്? നമ്മുടെ അമ്മയല്ലേ ദേവി. അതുകൊണ്ട് പ്രേമം മഹാദേവിയാണ്, സ്നേഹിക്കുക, പ്രേമം അമ്മയോടാകട്ടെ. എന്താ കാരണം? നിനക്ക് ലക്ഷ്യം കിട്ടും. എത്രത്തോളം പെട്ടെന്ന് നമുക്ക് കാര്യം സാധിക്കാം. അമ്മ അത്ര കരഞ്ഞ പ്രാവശ്യം അമ്മ നമുക്ക് സംഭവം ശരിയാക്കി തരും. നമ്മൾ ചില ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ സാധിക്കാൻ ചിലരെ ചെന്ന് പിടിക്കത്തില്ലയോ? ചിലർ നന്നാക്കി പെട്ടെന്ന് നമുക്ക് കാര്യം സാധിച്ചു, ചിലർ ഇട്ടിട്ടങ്ങ് നീട്ടും. ഇവിടെ അമ്മ അങ്ങനെയല്ല, അമ്മ നമ്മുടെ അമ്മയാണ്. അമ്മ അങ്ങ് പിടിച്ചാൽ മതി. അതുകൊണ്ട് പറയുന്നു പ്രേമം മഹാദേവി, ആ അമ്മ നിനക്ക് ലക്ഷ്യം
സേവിപ്പ് അതിന് ആരിക വേറെ ആരെ സേവിച്ചാലാ പറ്റുന്ന? അമ്മയല്ലാതെ വേറെ ആരാ നിനക്കുള്ളത്? സേവിപ്പ് അതിന് ആരിക വേറെ ഉള്ളൂ, വേറെ ആര് സേവിപ്പാനില്ല. അവിടെ നീ അമ്മയെ തന്നെ സേവിക്കൂ. അമ്മയ്ക്ക് എന്താ കൊടുക്കൂ? എന്താ കൊടുക്കുക? സ്നേഹം, പ്രേമമാകുന്ന മനസ്സ്, മനമലർ. നമുക്ക് അതിൻ്റെ കൂടെ ഞാനിവിടെ എന്തും ഭഗവാൻ കൃഷ്ണന് പരമാത്മാവായ ഈശ്വരനായിട്ടാണ് കൃഷ്ണനെ കാണുന്നത്. ഞാൻ ഒരു വശം എനിക്ക് ചിലപ്പോഴൊക്കെ എൻ്റെ മകനായിട്ടും കാണും. എന്ത് വേണം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ചില സമയങ്ങളിൽ നമുക്ക് മകനെ വേണം. അപ്പോൾ ഞാൻ മകനായിട്ട് കാണുന്നുണ്ട്. എല്ലാം ഭഗവാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഓക്കെ. പിന്നെ അതിൻ്റെ വ്യത്യാസമുണ്ടോ? ചിലപ്പോൾ എൻ്റെ ഭഗവാൻ എൻ്റെ പരമശിവൻ അത്രമാത്രം എൻ്റെ പിതാവാ, പരമേശ്വരനാ. ഈ പരമശിവനെന്നും പരമേശ്വരനെന്നും ഭഗവാൻ നാരായണനൊക്കെ പറയുന്നില്ല, ഏകമാ, എല്ലാം ഒന്നാ. ആ ഭഗവാനെയും അതുപോലെ തന്നെ എൻ്റെ അമ്മ ആ ദേവിക്ക് ഞാൻ എന്ത് കൊടുത്താലും രണ്ടുപേർക്കും കൂടെ കൊടുക്കാം. അതായത് ഒരാൾക്ക് മാത്രം പക്ഷപാതം കാണിക്കാറില്ല. പിന്നെ പുരുഷന്മാർക്കാണല്ലോ ഒരു മുൻതൂക്കം നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും എല്ലാം ബഹുമാനത്തോടെ കൊടുക്കുന്ന അച്ഛനാണല്ലോ. പിന്നെ നമുക്ക് അമ്മ ഒന്നാമത് തന്നെയാണ്. പക്ഷേ എന്ന് കൊടുക്കൽ വാങ്ങിക്കുമ്പോൾ അച്ഛൻ കണ്ടിട്ട്, കാരണം അച്ഛനെ ഒരു ബഹുമാനം കൂടെ കൊടുക്കണം. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന് മുമ്പേ ഒരു നട്സ് എടുത്താലും ഒന്ന് മുറിച്ച് ഭഗവാൻ കൃഷ്ണൻ്റെ ഒന്ന് മണത്തോട്ടെ ഞാൻ അമ്മയ്ക്കൊന്ന് മണപ്പിക്കാൻ കൊടുക്കും. അതിൻ്റെ മണം ഒന്ന് ഒടിച്ചൊന്ന് മണപ്പിക്കും. ഭഗവാൻ അത് മതി. പക്ഷെ എന്നാലും ഞാൻ അമ്മയാണ് എൻ്റെ ഒന്നാം സ്ഥാനമെങ്കിൽ എൻ്റെ മനസ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ സ്ത്രീകളല്ലേ, അമ്മ സഹിച്ചോളൂ. അമ്മയും സ്ത്രീയല്ലേ. സ്ത്രീ എപ്പോഴും ഒരു പുരുഷന് ഒരു മുൻതൂക്കം കൊടുക്കുന്നത് എൻ്റെ മനസ്സ് അങ്ങനെയാണ്. എനിക്ക് സമഭാവനയല്ല. ചിലർ പറയും എല്ലാം തുല്യമാണ്, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും സമം കൊടുക്കണം. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ അത് വരത്തില്ല. എനിക്ക് എപ്പോഴും പുരുഷനോട് ഒത്തിരിയുടെ ഒരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ എൻ്റെ മകനായാലും എൻ്റെ നാഥനായാലും എൻ്റെ പിതാവായാലും എല്ലാം ഞാൻ അമ്മ തന്നെയാ, ഒന്നാം സ്ഥാനം തന്നെയാ. അത് കഴിഞ്ഞിട്ട് അച്ഛനുള്ള. പക്ഷേ കൊടുക്കുമ്പോൾ ഒരു കർപ്പൂരം ഒഴിയുമ്പോൾ ഞാൻ എൻ്റെ കൃഷ്ണൻ്റെ മുമ്പിൽ ഒന്ന് ഒഴിഞ്ഞിട്ട് അമ്മയുടെ അങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് ഹൃദയം അങ്ങനെ വരത്തുള്ളൂ. ഇനി എന്തൊക്കെ അത് അമ്മയ്ക്ക് കയറുമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, നമ്മൾ പെണ്ണുങ്ങളല്ലേ, പുരുഷന് വേണ്ടി ഇത് കൊടുക്കാൻ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അമ്മയ്ക്കത് സന്തോഷമാണ്. അമ്മയ്ക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ വിഷമം. അമ്മ പെണ്ണാ, അമ്മയ്ക്കറിയാം പുരുഷനെ ബഹുമാനിക്കണമെന്ന്. അതുകൊണ്ട് പിതാവാണ് അച്ഛൻ്റെ അമ്മയ്ക്ക് നമുക്ക് എപ്പോഴും എന്താ പറയുക, എല്ലാം നമുക്ക് അമ്മയടുത്ത് പറയാം. അച്ഛനൊരു ബഹുമാനത്തോട് തന്നെ നമ്മളൊക്കെ എല്ലാം ഞാൻ അങ്ങനെ വളർന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ആയിപ്പോയത്. പക്ഷെ അമ്മയ്ക്ക് ഈ ദേവി മഹാമായയ്ക്ക് അറിയാം ഞാൻ അമ്മയെ മുമ്പേ അമ്മയാണ് എൻ്റെ അമ്മ. എന്നാൽ എനിക്ക് എൻ്റെ ഭഗവാനോട് ഒരു കർപ്പൂരം മുമ്പേ ഒഴിയുന്നത്, വിളക്ക് കത്തിച്ച ദീപത്തിൽ മുമ്പേ അത് ഗണപതി ഭഗവാനെല്ലാം അങ്ങനെ ചിന്തിച്ച് കർപ്പൂരം എന്നും സന്ധ്യയ്ക്ക് നാമം ചില മുമ്പേ വിളക്കത്തേക്ക് കർപ്പൂരം ഒഴിയും. അത് ഗണപതി ഭഗവാനായിട്ട് തന്നെ അത് ചെന്നിട്ട് ദേവി സരസ്വതി മനസ്സിൽ കാണും. പക്ഷേ നമ്മൾ ആഹാര സാധനങ്ങളൊക്കെ എന്തെടുത്താൽ മുമ്പേ കൊടുക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ചുറ്റിനുമാണ്. ഉള്ളിലാണ് എല്ലാം പരമാത്മാവ് ഉണ്ടെങ്കിലും നമ്മുടെ വിഗ്രഹം വയ്ക്കുമ്പോൾ നമ്മൾ ആ വിഗ്രഹത്തിൻ്റെ അടുക്ക വിളക്ക് നാമം ചൊല്ലണം. അത് കുട്ടിനാളിലെ പഠിച്ച അഭ്യാസം മറക്കാൻ പാടില്ലല്ലോ. കാരണം വരുന്ന തലമുറകൾ അത് കണ്ട് പഠിക്കണ്ടേ. അതുകൊണ്ട് വിളക്ക് കത്തിപ്പും പ്രാർത്ഥനയും പൂജകളും എല്ലാം മുടങ്ങാതെ ചെയ്യുന്നത് നല്ലതാണ്. ഒരിക്കലും അമ്പലത്തിൽ പോകുന്നത് തെറ്റല്ല. പക്ഷേ നമ്മൾ അമ്പലം മാത്രമാണ് എന്ന് കരുതി മുന്നോട്ട് വളരണം. നമ്മൾ എല്ലാവരും അതിൽ കൂടെ നമ്മൾ വളർന്ന് നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് എപ്പോഴും അത് പഠിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അടുത്തടുത്ത് പറയുന്നത്. അല്ല നമുക്ക് എന്നും ഒന്നാം ക്ലാസ് തന്നെ ഇരുന്നാൽ മതിയോ? നമ്മൾ കുട്ടിനാളിൽ എന്താണ് ചെയ്തത് അത് തന്നെ അമ്മ അച്ഛനൊക്കെ ഇതാ നമ്മളെ പഠിപ്പിച്ചത്. പല വീട്ടിലും അങ്ങനെ സന്ധ്യയ്ക്ക് വെള്ളമൊക്കെ വിളക്കിന് മുമ്പ് വെക്കുന്നത്, വെള്ളം കുടയുന്നു, വിളക്ക് കത്തിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ, തീർന്നു. മരണം വരെ അതേ ഉള്ളു. എവിടെ വളർന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും. അതൊക്കെ തന്നെ അന്നത്തെ കാലം. മരിക്കുന്നവർ അത് ചെയ്താൽ മതിയോ? അതിന് മുന്നോട്ട് വേണ്ടി 1 പഠിച്ച് 2 പഠിച്ച് 3 പഠിച്ച് 10ാം ക്ലാസ് പഠിച്ച് പിന്നെ BA MA ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറേറ്റ് എടുക്കണ്ടേ? ആ ഡോക്ടറേറ്റ് നമ്മൾ എടുത്താൽ പിന്നെ നമുക്ക് പഠിക്കണ്ട. അത്രയും നമ്മൾ ചെയ്ത് കിട്ടുന്നവരെ, നമ്മൾ സാക്ഷാത്കാരം നേടുന്നവരെ നമ്മൾ വളരണം. ഈ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് താഴെയുള്ള പാഠങ്ങൾ പഠിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ചുവട് നന്നായി പഠിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഈ പൂജയും കർമ്മങ്ങളും സ്നേഹവും ഭക്തിയും വർദ്ധിച്ച് ഭഗവത് ഭജനകളും ഒക്കെ ആയി നന്നായി ഭക്തി വർദ്ധിച്ചിട്ട് വേണം മുമ്പോട്ട് പഠിച്ചു പോകാൻ. അല്ലാതെ തലപ്പിക്കാരെ പോകാൻ പറ്റത്ത മൂടുകും താഴെ വീഴും. അതുകൊണ്ട് തറയിൽ നിന്ന് എല്ലാം ഓരോന്ന് അടിവെച്ച് പഠിച്ച് വേണം മുമ്പോട്ട് ധ്യാനത്തിലേക്ക് കടന്ന് പിന്നെ സാക്ഷാത്കാരം വരുമ്പോൾ നമ്മൾ തന്നെയാണ് പരമാത്മാവെന്ന് ആ ആത്മാവ് പരമാത്മാവായിരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ അമ്മയായാലും ആ പിതാവായാലും എല്ലാം നമ്മൾ തന്നെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാം ഏകമാണെന്ന് മനസ്സിലാക്കും.
പരമാത്മാവും അമ്മയും എല്ലാം ഒന്നാണ്. അത് പരബ്രഹ്മ പരമാത്മാവായ ആ ചൈതന്യമൂർത്തിയാണ്. അത് അമ്മയും അച്ഛനോട് ചേർന്നതാണെന്നും ഇതെല്ലാം ഒന്നാണെന്നും ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നത് അതാണെന്നും നമ്മളെല്ലാം അതാണെന്നും അതിൻ്റെ ആ ചൈതന്യമായി ഉള്ളെന്നും ഇവിടെ രൂപമില്ലെന്നും എല്ലാം പിന്നെ എന്തോ ആനന്ദമാണെന്നും ഇതൊക്കെ നമ്മൾ പഠിച്ച് വരുമ്പോഴാണ് അറിയുന്നത്. ഒന്നിക്കിടന്ന് തന്നെ നിറഞ്ഞാൽ നമ്മൾ വിളക്കത്തിക്കാനും ഹരിരാമ പറഞ്ഞുകൊണ്ട് തീർന്ന് പിന്നെ പോയി അത്താഴവും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി, അത്രയേ ഉള്ളൂ. അത് അല്ല വേണ്ടത്, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ നമുക്ക് എന്താ, സ്നേഹിക്കതാം മാതരം ആത്മഭാവാൽ മാതാവിനർപ്പിക്ക മനസ്സു മാല്യം. പ്രേമം, നല്ല മനസ്സ്, സുമാല്യം. മനസ്സെന്ന് പറഞ്ഞാൽ ആനന്ദകരമായിരിക്കുന്ന പ്രേമത്തോട് ഭക്തിയോടു കൂടിയ ഒരു പുഷ്പ കൊടുക്കേണ്ടത്. ആ സുമാല്യം, നല്ലത്, നല്ല പുഷ്പമാണ് നമ്മുടെ ഹൃദയമാകുന്ന ആ പ്രേമമാകുന്ന ഭക്തിയിലാണ് അമ്മയെ വണങ്ങി മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അതിപ്പരം വേറൊന്നും കൊടുക്കാനില്ല. മനമലർ അത്രമാത്രം സ്നേഹം പ്രേമം അമ്മയിൽ വർദ്ധിക്കുക. പ്രേമം മഹാദേവി, അമ്മയോട് വേണം പ്രേമം. മഹാദേവി നിനക്ക് ലക്ഷ്യം, ആ അമ്മ നിനക്ക് ലക്ഷ്യം കാണിച്ചു തരും. സേവിപ്പതിനാരിക വേറെ ഉള്ളൂ, വേറെ ആരുമില്ല നമുക്ക് സേവിക്കാൻ. പറയാം അമ്മയല്ലാതെ ലോകത്തില്ല. പ്രിയം അവളോട് മാത്രമായി വരട്ടെ, അവളോട് മാത്രം പ്രിയം വരട്ടെ അമ്മയോട്. അവളുടെ രൂപമെടുത്ത് പുത്രനാകൂ. അവളുടെ രൂപം മനസ്സിൽ കണ്ടിട്ട് നമ്മൾ മകനോ മകളോ ആവുക. നമ്മൾ അമ്മയുടെ ആ മനസ്സ് നമുക്ക് അറിവില്ല, നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ കിടന്ന് കരയും, അങ്ങോട്ട് നെഞ്ചടച്ചൊക്കെ നിലവിളിച്ചിട്ട് നമ്മൾ സാധാരണ അമ്മ എനിക്ക് ഇന്നത് കിട്ടിയൊക്കെ നമ്മൾ വീട്ടിൽ കിടന്ന് അമ്മയടുത്ത് കിടന്ന് പെറ്റ അമ്മയടുത്ത് കരയും, അല്ലെങ്കിൽ അച്ഛ അല്ലെങ്കിൽ അമ്മയടുത്താണല്ലോ കൂടുതൽ നമ്മൾ കരയും വിളിക്കുകയും പിടിച്ച് വാങ്ങിക്കുകയൊക്കെ അമ്മ താ എന്ന് പറഞ്ഞ നിലവിളി. അതാണ് ഒരു പുത്രൻ്റെ ആവശ്യം. അതായത് ഈ ദേവി മഹാമായയുടെ മക്കളാണ് നമ്മളത് ചോദിച്ച് വാങ്ങിനെ. അങ്ങനെയൊക്കെ കുറേ നെഞ്ചു തടച്ചും കരഞ്ഞും വിളിച്ചു അപ്പോൾ അമ്മ അവിടെ മനസ്സമാധാനം കിട്ടത്തില്ലല്ലോ, അമ്മയ്ക്ക് കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് പ്രിയം അവളോട് മാത്രമായി വരട്ടെ, അവളുടെ രൂപമെടുത്ത് പുത്രനാകൂ. അപ്പോൾ അവളുടെ നമ്മുടെ മനസ്സിൽ അമ്മയുടെ രൂപം കൊണ്ട് നമ്മളവിടെ ഒരു പുത്രനോ ഒരു പുത്രിയോ ഒരു മകളെങ്കിൽ മകളായി കഴിയൂ. അമ്മ നമ്മളൊരു മകൻ അല്ലെങ്കിൽ മകള്. തവ നിനവിയലാതെ ഭക്തിയുക്തം സുരകുല സംഭവ. നീ ലയിക്ക തായിൽ അമ്മയിൽ ലയിക്ക. ആ ആത്മാവാകുന്ന അമ്മയിൽ നമ്മൾ ലയിക്കുക. അത് അമ്മയിൽ തന്നെ ഇരിക്കുന്ന ആത്മാവ്, അതാണ് പറയുന്നത്. പ്രിയം നമ്മുടെ ഉള്ളിലെ ആത്മാവ് മാതരം ആത്മഭാവാൽ, നമ്മുടെ ഉള്ളിൽ അമ്മയുണ്ട്, അത് ആത്മഭാവത്തിലാണ് ആ അമ്മ. അത് അവളോട് ആ പ്രിയം ഉണ്ടാകട്ടെ. ആ അമ്മ നമ്മളുടെ ഉള്ളിലുണ്ട്, അമ്മേ അങ്ങനെ ആനന്ദിച്ച് നമ്മൾ പറയണം. അവളുടെ രൂപം ആ മനസ്സിൽ ആ അമ്മയുണ്ട്, അത് ആത്മാവാണ്. ആത്മഭാവത്തിൽ ചെന്ന് പുത്രനായി നമ്മൾ ഒരു പുത്രനെ പോലെ എല്ലാം അമ്മേന്നുള്ള രീതിയിൽ എല്ലാം പറഞ്ഞും വിളിച്ചും കരഞ്ഞും ഒന്നായി ലയിക്കുക. തവ നിനവിയലാതെ ഭക്തിയുക്തം. അപ്പോൾ ഇതിന് യാതൊരു തടസ്സവും കൂടാതെ ഭക്തിയോടുകൂടി ഇങ്ങനെ ഇരുന്ന് സുരകുല സംഭവ. ഓരോരോ മക്കളോട് ഞാൻ സുരകുല സംഭവിച്ച ഇവിടെ എന്താ പറയുക, ജഗദമ്മി അല്ലെങ്കിൽ ശിവാനന്ദ അല്ലെങ്കിൽ വത്സലച്ചെല്ലപ്പ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒരു മണിമോഹനും പറഞ്ഞാൽ ഇനി എല്ലാവരുടെയും പേര് പറയാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരുപാട് മക്കളുണ്ട്, എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. ശ്രീലയുണ്ട്, ഇങ്ങനെ ഒത്തിരി ഉണ്ട് മക്കളെ. നിങ്ങൾ കയറിയിക്കില്ല, ഞാൻ ഒന്ന് പറഞ്ഞും പോയി. എല്ലാ മക്കളെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള മക്കളാണ് എന്നെ വിളിക്കാറുള്ളത്. അപ്പോൾ ആ മക്കൾക്കോട് സുരകുല സംഭവ. ഇത് ആർക്കാണത് ആവശ്യം? അവരോട് ഞാൻ പറയുന്നു, സുരകുല സംഭവ നീ ലയിക്ക തായിൽ. നിങ്ങളാകുന്ന ആ മക്കളോട് ഞാൻ പറയുന്നു, മക്കളെ നിങ്ങൾ അമ്മയിൽ ലയിക്കുക, ചേരുക, ധ്യാനിക്കാനിരിക്കുക. ആ അമ്മ നമ്മുടെ ഉള്ളിലാണ്. ആ ആത്മഭാവത്തിൽ ആ അമ്മയെ കാണുക. എനിക്കിതേ പറഞ്ഞു തരാനുള്ള എല്ലാ മക്കളുടെയും പേര് ഞാൻ എഴുതി വെച്ച് ഇനി പറഞ്ഞു തരാം. അതുപോലെ പറഞ്ഞാൽ ഇന്ന് അതുകൊണ്ടിരിക്കാനേ സമയമുള്ളൂ. ജയാനിൽ ഓർത്ത ഒരുപാട് മക്കളുണ്ട്. പിന്നെ സുഭദ്ര, പിന്നെ എന്താ പറയുക, പിന്നെ പ്രസന്ന, പിന്നെ എനിക്ക് ഓർമ്മ വരുന്നില്ല മക്കളെ, താരാമൻ, ഒരുപാട് മക്കളുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പറഞ്ഞ, കാരണം ഒന്ന് മിണ്ടിപ്പോയി. ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കും അമ്മ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. എല്ലാ മക്കൾക്കും വേണ്ടി ആർക്കും ഇനി അപ്പുറത്തും കാണാം. എനിക്ക് ഇത് കമൻസ് ചെയ്യാത്ത കുറേ മക്കളുണ്ട്. അതും എത്ര പറഞ്ഞത് എനിക്കെന്നെ അറിയാൻ പറ്റാണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി ആർക്കും വേണേൽ ഉപയോഗിക്കാം. ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.